ഫാത്തിമയും അതുപോലെ തന്നെ ബിന്ദു അമ്മണിയൊക്കെ ശബരിമലയിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ പിന്തുടരുന്നവരാണോ എന്നോ അവരുടെ ഇന്റൻഷൻ എന്താണെന്നോ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. സാമാന്യ ബുദ്ധിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രസ്താവന ഇറക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അങ്ങ് എത്ര തടസ്സപ്പെടുത്തി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇടതുപക്ഷം ഹിന്ദു സമൂഹത്തോട് ചേർന്ന് നിന്ന നിലപാടെടുത്ത് കാര്യത്തിൽ സംസാരിക്കുന്നില്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഹിന്ദുക്കളെ അംഗീകരിക്കുന്നു എന്ന് അങ്ങ് പറയാൻ ശ്രമിച്ചാൽ അല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞതാണ്. അല്ല. ശ്രീ മനു പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്, ബി.ജെ.പി. പ്രതിനിധി. ശ്രീ മനു പ്രസാദ്, എന്തായാലും ഒരു സുവർണ അവസരത്തിനുള്ള ഒരു സാഹചര്യവും സർക്കാർ ഉണ്ടാക്കുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാട് കോടതിയിൽ സർക്കാർ പറയുന്നതോടുകൂടി ശബരിമലയിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷ കൂടി ഇല്ലാണ്ടാവുകയാണോ? അതായത് വിശ്വാസികൾക്കെതിരെ, ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യും. വിശ്വാസികൾക്കും ജനങ്ങൾക്കോടൊപ്പമൊക്കെ നിൽക്കുന്നുവെന്ന് പ്രചരണം വന്നാൽ ബി.ജെ.പിക്ക് എതിരാകുമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്കെതിരായാൽ, ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിനെതിരായാൽ അത് ചോദ്യം ചെയ്യാൻ, ഇടപെടാൻ ബി.ജെ.പി. മാത്രമേ ഉള്ളൂ എന്നുള്ള അങ്ങയുടെ ആധികാരികമായ പ്രസ്താവനയെ ഞാൻ ഉൾക്കൊള്ളുകയും അങ്ങ് പറഞ്ഞതിനെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അങ്ങ് പറഞ്ഞതിനെ ഉൾക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അതായത് വിശ്വാസി സമൂഹത്തിനെതിരായിട്ട്, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളുമായി എതിരായിട്ട്, ജനങ്ങൾക്കെതിരായിട്ട് ഒരു സർക്കാർ നിന്നാൽ അത് ബി.ജെ.പിക്ക് ഗുണകരമാകും. കാരണം ജനങ്ങൾക്ക് വേണ്ടി പറയുന്ന, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ് ബി.ജെ.പിയാണ് വരാൻ പോകുന്നത്. ജനങ്ങൾ നീതി നിഷേധിക്കപ്പെട്ട് തെരുവിലലയുമ്പോൾ അത് ചോദ്യം ചെയ്യുന്ന പ്രസ്ഥാനമായി ബി.ജെ.പി. ഇവിടെ തന്നെ ഉണ്ടാകും. അതിൽ ഒരു സംശയവും വേണ്ട. അത് എത്ര തന്നെ നിങ്ങൾ ആക്ഷേപിച്ചാലും, എത്ര തന്നെ പരിഹാസങ്ങൾ ചൊരിഞ്ഞാലും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇന്ന് സുവർണാവസരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ പല ചർച്ചകളും ഉരിഞ്ഞു വരുന്നത്. അതായത് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ആ ചർച്ചയിൽ തന്നെ വ്യക്തമാണ്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നതെന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് വിശ്വാസികളുടെ വിശ്വാസങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാം എന്ന് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണ്? പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇന്ന് ഗോവിന്ദമാഷ് അദ്ദേഹത്തിൻ്റെ പത്രപ്രസ്താവനയിൽ പറയുന്നുണ്ട്, എല്ലാ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും അങ്ങേയറ്റം അനുഭാവപൂർണമായ, അതിനെല്ലാം അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്നുള്ളതാണ്. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാണ്. എന്നാൽ ഹിന്ദുമത വിശ്വാസങ്ങളോടോ ഹിന്ദു ആചാരങ്ങളോടോ അങ്ങനെയൊന്നും ഒരു തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തിട്ടില്ല എന്ന് അവരുടെ ചെയ്തികൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ മതവിഭാഗങ്ങളും അവരുടെ എല്ലാ ആചാരപരമായ രീതികളും പിന്തുടർന്ന് ജീവിക്കുന്ന ഒരു ഇടം തന്നെയല്ലേ ശ്രീ മനു പ്രസാദ് കേരളം? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വെച്ചിട്ടുണ്ടോ? ഇതൊരു സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ അതിനനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുക എന്നൊരു സമീപനമാണ് അന്ന് സ്വീകരിച്ചത്. അതിനപ്പുറം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും മതവിഭാഗങ്ങളെ അവരുടെ രീതികളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് പ്രചോദിക്കുന്നു. എനിക്ക് പറയാനുള്ള അവസരം തരണം. ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ ആവർത്തിക്കുന്നു, അങ്ങനെ ഹിന്ദുമത വിശ്വാസങ്ങളോടും വിശ്വാസികളോടും ഒക്കെ നിൽക്കുന്ന സമീപനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് പല നിലപാടുകളിൽ നിന്ന് നമുക്കറിയാവുന്നതാണ്. അയ്യപ്പൻ്റെ ചിത്രത്തെ ആർത്തവത്തോടുകൂടി ക്യാമ്പസിനുള്ളിൽ വരച്ചു വയ്ക്കാൻ SFIക്കാർ കാണിച്ചത് ഒരു പ്രശ്നവും അവർക്കുണ്ടായില്ല. ഗണപതി ആചാരമായി, വിശ്വാസമായി ഈ നാട്ടിലെ വലിയൊരു സമൂഹം ആദരിച്ചു പോകുന്ന ഗണപതി എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ, ഈശ്വരനെ, അത് വെറുമൊരു വിത്താണ്, അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് അത്ര അധപ്പതനത്തോടു കൂടി സംസാരിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് സാധിച്ചു എന്നുള്ളത് ഈ നാട്ടിൽ നമ്മൾ കണ്ടതാണ്. അങ്ങ് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ വേറെ വിഷയമില്ല. അത് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാനുള്ള നിലപാടെടുത്തോളൂ. നിന്റെ എല്ലാത്തിലും കയറി തലയിരുന്ന് വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. വേറെ വിഷയമേ അല്ല. കൃത്യമായി പറഞ്ഞതിന്റെ മറുപടിയാണ്. ഞാൻ പറയട്ടെ, രേണുക
എടി പെണ്ണെ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഗണപതി വിത്താണ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രസ്താവന ഇറക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ അങ്ങ് എത്ര തടസ്സപ്പെടുത്തി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇടതുപക്ഷം ഹിന്ദു സമൂഹത്തോട് ചേർന്ന് നിന്ന നിലപാടെടുത്തിട്ടില്ല. രണ്ട്, അതിൽ മാത്രം തീരുന്നതാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ക്ഷേത്രത്തിനുള്ളിൽ അണിഞ്ഞൊരുങ്ങി പോകുന്നവർ ശരീരം പ്രതിഷ്ഠിപ്പിക്കാനാണ് എന്ന നിലയിലുള്ള പ്രസ്താവനകൾ എന്നിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ. ഒരു കെട്ടിടത്തിൽ, ഒരു സ്കൂളിൽ, അവിടുത്തെ സ്കൂളിൻ്റെ പ്രവേശന ചടങ്ങ് സമയത്ത് ആ സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു ഗണപതി ഹോമം നടത്തിയതിനെതിരെ പ്രതിഷേധം നടത്തിയ നാടാണ് ഈ കേരളം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കട്ടെ. പലരുടെയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗോവിന്ദ മാഷും ഇടപെട്ടത് ചരിത്രപരമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസങ്ങളോടും ഹിന്ദു വിശ്വാസങ്ങളോടും അങ്ങ് തടസ്സപ്പെടുത്തിയത് കൊണ്ട് സത്യസത്യമല്ലാതാവില്ല. അങ്ങ് തടസ്സപ്പെടുത്തിയത് സത്യസത്യാവില്ല. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഈ വിധി വന്നപ്പോൾ ഒരു സംഘടനയുടെ സ്വഭാവം, ക്യാരക്ടർ അതെന്താണെന്നുള്ളത് അവരുടെ നേതാക്കളുടെ കൃത്യമായി ആരും ഗണപതി വിത്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഗണപതി വിത്താണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഗണപതി ഹോമം നടത്തുന്നവരെല്ലാം മോശക്കാരാണ് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഗണപതി ഹോമം നടത്തരുതേ എന്ന് പറഞ്ഞിട്ട് പരസ്യമായി പ്രസ്താവന ഇറക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ഇനി അതുകൊണ്ട് ശബരിമലയിൽ അയ്യപ്പനില്ല, കോടതിയിൽ സത്യവാങ്മൂലം അവിടെ ഈ പറയുന്ന വിശ്വാസവും ശബരിമല അയ്യപ്പനും ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി പോട്ടെ, കോടതിയുടെ വിധി എന്താണ്? വിശ്വാസികൾ കയറട്ടെ എന്നുള്ളതാണല്ലോ. ഒരാൾ വരുന്ന സമയത്ത് അവരുടെ ഭൂതകാലത്തെക്കുറിച്ച്, അവരുടെ സംവിധാനത്തെക്കുറിച്ച്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച്, മിനിമം അവരുടെ ഇൻറ്റൻഷനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഒരു ഗവൺമെൻറ്റിന് ഉണ്ടാവണമല്ലോ. രഹന ഫാത്തിമയും അതുപോലെ തന്നെ ബിന്ദു അമ്മണിയൊക്കെ ശബരിമലയിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ പിന്തുടരുന്നവരാണോ എന്നോ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നോ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ വന്നതല്ല. അവിടെയാണ് പ്രശ്നം. ഇവിടുത്തെ അമ്മമാർ ശരണം വിളിച്ചത് പ്രശ്നം. എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അഭിഷേകത്തിന്റെ ഭാഗമായി കുലസ്ത്രീകളെന്ന് പറഞ്ഞ അമ്മമാർ എത്ര ആയിരക്കണക്കിന് അമ്മമാരെ തെരുവിൽ വലിച്ചിഴക്കുകയും അവരെ ആക്രമിക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്തിട്ട് ബിന്ദു അമ്മുണിയെ ആയിരക്കണക്കിന് പോലീസുകാരുടെ നടുവിലൂടെ സംരക്ഷിച്ചുള്ളിൽ കൊണ്ടുപോവുകയാണ്. അവരുടെ ഇന്റൻഷൻ മനസ്സിലാക്കാൻ സർക്കാരിന് ഇല്ല എന്നാണ്. ആയിരക്കണക്കിന് പേർ വന്നപ്പോൾ അവർ കയറുകയല്ല, ഒരാളെ കൃത്യമായി തട്ടിക്കൂട്ടി കൊണ്ടുവരികയായിരുന്നു. മൗനമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കാര്യത്തിൽ സംസാരിക്കുന്നില്ല എങ്കിൽ ഞാൻ നമുക്ക് അടുത്ത അതിഥിയിലേക്ക് പോകാം. കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കൾ അംഗീകരിക്കുന്നു എന്ന് അങ്ങ് പറയാൻ ശ്രമിച്ച അല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ ഞാൻ പറഞ്ഞതാണ്. അല്ല, അവരങ്ങനെ ആയിരുന്നില്ല. അവർ ഹിന്ദു വിശ്വാസങ്ങളെയും അതിനുവേണ്ടി നിൽക്കുന്നവരെയും എതിർത്തവരാണ്, ആക്ഷേപിച്ചവരാണ്, തള്ളിക്കളഞ്ഞവരാണ്, തടസ്സപ്പെടുത്തിയവരാണ്. ശരി, ടി കെ രാജഗോപാൽ, ഈ അതിഥി എന്റെ അടുത്ത് തന്നെയാണുള്ളത്. അദ്ദേഹം നിർത്തുമ്പോഴേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു പരിമിതി ഉണ്ട്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?